ലിറ്റ് മീഡിയ. എങ്ങനെ സുഖമായി ഉറങ്ങാം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഇതിനെ പറ്റിയൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ? അതെ, ഉണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് സുഖമായി ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സോ അവർക്കായിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സമയ ക്രമീകരണത്തെ പറ്റിയാണ്. ഉദാഹരണത്തിന്, എന്നും രാത്രി 10:30 കിടന്ന് രാവിലെ 5:30 എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും അതേ രീതി തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ ആ ഒരു ടൈം പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ശരീരവും അതിനനുസരിച്ച് ക്രമീകൃതമാവും. അപ്പോ എന്നും അതേ ടൈം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യും. അപ്പൊ ഒരുപാട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. ഇനി രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ അത്താഴ രീതിയെ പറ്റിയാണ്. പരമാവധി രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ലഘുവായ ഭക്ഷണം നമ്മൾ കഴിക്കണം. അത്താഴത്തിന് ശേഷം ഒരു ഗ്ലാസ് പാല് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പാലിൽ അടങ്ങിയിരിക്കുന്ന ചില അമിനോ ആസിഡുകളുണ്ട്. ഇത് നമ്മുടെ ഉറക്കത്തെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അത്താഴത്തിന് നമ്മൾ ലഘുവായ ഭക്ഷണമാണ് ഉൾപ്പെടുത്തേണ്ടത്. അത്താഴത്തിന് ശേഷം ഒരു ഗ്ലാസ് പാല് പതിവാക്കുക നല്ലതായിരിക്കും. ഇനി മൂന്നാമതായി നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഉറക്കത്തിനായി ഒരുക്കുന്ന അന്തരീക്ഷത്തെ പറ്റിയാണ്. ശാന്തമായ അന്തരീക്ഷമാണ് നമ്മൾ ഉറങ്ങുവാനായി തിരഞ്ഞെടുക്കേണ്ടത്. പരമാവധി ശബ്ദങ്ങളും ലൈറ്റും എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ശാന്തമായ ഒരു കാം എൻവയോൺമെന്റ് നമ്മൾ ഉറക്കത്തിനായി ഒരുക്കിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കിടക്ക വിരി ചുളിവുകളൊന്നുമില്ലാതെ വൃത്തിയായി വിരിച്ചിടാം. അതോടൊപ്പം തന്നെ കിടക്ക ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സിനിമ കാണുന്നതും പഠിക്കുന്നതും എല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇനി കൊതുക് ശല്യമുള്ള അന്തരീക്ഷമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊതുകിനെ തുരത്താനുള്ള മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇനി അടുത്തതായി ശരീരത്തെ എങ്ങനെ നമുക്ക് തയ്യാറെടുപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി വൈകുന്നേരം മേല് കഴുകുന്നതും അതിനുശേഷം കട്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കി മൃദുവായ വസ്ത്രം ധരിക്കുന്നതും ഉറങ്ങാൻ നേരം തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് ഒരു റിലാക്സേഷൻ അന്തരീക്ഷം നൽകുവാനായിട്ട് സഹായിക്കും. ഇനി അടുത്തത്, ഉറങ്ങാൻ പ്രശാന്ത സുന്ദരമായി ഉറങ്ങാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും രാത്രി പരമാവധി ഒഴിവാക്കുക. പകരം ശ്വസന വ്യായാമങ്ങളിൽ നമുക്ക് ഏർപ്പെടാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ബുക്കുകൾ വായിക്കാം. ഇവയെല്ലാം നല്ലൊരു ഉറക്കത്തിലേക്ക് നമ്മെ നയിക്കും. ഇനി അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും രാത്രി ഉറങ്ങാൻ നേരം ഫോൺ ഉപയോഗിക്കുന്നത് 1-2 മണിക്കൂറൊക്കെ റീൽസ് കണ്ട് നമ്മൾ കളയുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. രാത്രി ഫോൺ ഉപയോഗം കുറച്ചാൽ തന്നെ നമുക്ക് വളരെയധികം ഉറങ്ങാനായിട്ടുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ നല്ല സുഖമായിട്ട് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് സ്ലീപ്പ് ഹൈജീൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണ്. ഈ ഒരു ശീലം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖമായി ദിവസവും ഉറങ്ങാനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് കൂടിയിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. So thank you so much.